ഒപ്പമുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കൂടെ നടന്ന് ചതിക്കുന്ന മനുഷ്യരെ വശമുണ്ടോ? നമ്മുടെ നിഴൽ പോലെ നടന്ന് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് വെളുക്ക ചിരിച്ച് നമ്മുടെ വിശ്വാസത്തെ ആയുധമാക്കുന്ന ചില മനുഷ്യർ. വ്യക്തിബന്ധങ്ങളിൽ മാത്രമല്ല, ചില തൊഴിലിടങ്ങളിലും നമുക്കിവരെ കാണാം. നമ്മുടെ വിശ്വാസത്തെ അവർ ആയുധമാക്കി ഒളിഞ്ഞും മറഞ്ഞും അവർ മറ്റുള്ളവർക്ക് കെണികൾ ഒരുക്കും. ചതിക്കുഴികളിൽ അറിയാതെ നിരപരാധികളെ പെടുത്തും. അവർ സുരക്ഷിതരെന്ന് വരുത്തി തീർക്കും വിധം അവരുടെ സുരക്ഷയെ എപ്പോഴും ഒതുക്കി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ കെണിയിൽപ്പെടുത്തും. രക്ഷിക്കുകയാണ് എന്ന ഭാവത്തിൽ അവരെ തള്ളി താഴെ കുഴികളിലേക്ക് എന്നേക്കുമായി ചവിട്ടിത്താഴ്ത്തും. അവർക്ക് ഒരു ധാരണയുണ്ട്, തങ്ങൾ നിൽക്കുന്ന ഇടം, തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പിച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ അവർ ചവിട്ടിത്താഴ്ത്തുന്നതെന്ന്. തെറ്റായ വിശ്വാസമാണ്. ഒരാളെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ അവിടെ തകരുന്നത് ബന്ധങ്ങളുടെ അടിത്തറയാണ്, പ്രസ്ഥാനങ്ങളുടെ അടിത്തറയാണ് അവിടെ ഇളകി വീഴുന്നത്. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് പോകുന്നത് ഒരാളുടെ മാത്രം കാൽച്ചുവട്ടിലെ മണ്ണിനെ ഉറപ്പിച്ചുകൊണ്ടല്ല, ഊർന്നു പോകുന്നത് പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പും അടിത്തറയും ബലവുമാണ്. അവരറിയാതെ പോകുന്നതും അതുതന്നെയാണ്. എങ്ങനെയാണ് അവരെ പ്രതിരോധിക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്ഷമ എപ്പോഴും ആയുധമല്ല. ക്ഷമ ചിലപ്പോൾ ബലഹീനതകളായിട്ടാകാം അവർ കരുതുന്നത്. പ്രതിരോധിക്കേണ്ട ഇടങ്ങളിൽ, പ്രതിരോധിക്കേണ്ട സമയത്ത്, പ്രതിരോധിക്കേണ്ട വിധത്തിൽ പ്രതിരോധിക്കണം. മതിലുകൾ സുരക്ഷിതമായ ഇടങ്ങളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം.